നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിന്ന് ലോകമെമ്പാടും അഖില ലോക സൺഡേ ദിനമായി ആചരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി നമ്മുടെ ലോകത്തിൽ സൺഡേ സ്കൂൾ എന്ന സംഘടന എങ്ങനെ രൂപീകൃതമായിരുന്നു, അതെങ്ങനെയാണ് അതിന്റെ നാൾവഴികളെ പറ്റി നമുക്ക് ചിന്തിക്കാം. ആദ്യമേ അഖില ലോക സൺഡേ സ്കൂൾ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് റൈസ് എന്ന വ്യക്തിയാണ്. 1757 18ാം നൂറ്റാണ്ട് കാലഘട്ടം. ആ സമയത്തായിരുന്നു നമ്മുടെ ലോകത്തിൽ ആദ്യമായി വ്യാവസായിക വിപ്ലവം നടന്ന കാലഘട്ടമായിരുന്നു. ആ സമയത്ത് 1787 റോബർട്ട് റൈസ് എന്ന വ്യക്തിയുടെ പിതാവിന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പ്രിന്റിംഗ് പ്രസ് ഇദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടിയിരുന്നു. അങ്ങനെ വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ പ്രിന്റിംഗ് പ്രസിന്റെ ചുമതലകൾ നടന്നു പോകുന്ന വഴിക്കാണ് ഇദ്ദേഹം തെരുവീതികളിൽ 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികളുടെ പ്രവർത്തന രീതികൾ കണ്ടത്. കാരണം സാധാരണഗതിയിൽ കണ്ടുവരുന്നതിന് വളരെ വ്യത്യസ്തമായിരുന്നു അവരുടെ ജീവിത പെരുമാറ്റങ്ങൾ. വളരെ മൃഗീയമായ ജീവിത പെരുമാറ്റമായിരുന്നു. വിദ്യാഭ്യാസം എന്തെന്ന് അറിയാത്ത, മറ്റൊരാൾക്ക് എങ്ങനെ പെരുമാറണമെന്നോ ഒന്നും അറിയാത്ത രീതിയിൽ അവർ വളർന്ന സാഹചര്യമായിരുന്നു. മദ്യപാനത്താലും മറ്റുള്ളവരെ ചീത്ത പറഞ്ഞു, ഒന്ന് പറഞ്ഞ രണ്ടാമതിന് ചീത്ത പറയുന്ന ജീവിത സാഹചര്യത്തിൽ നടന്നു വന്ന വ്യക്തികളെ കുറിച്ച് ഇദ്ദേഹം പഠിക്കുകയും അവരെ പറ്റി തന്റെ പ്രസിദ്ധീകരണം നടത്തുകയും ചെയ്തു. ആഴ്ചപതിപ്പായ പ്രസിദ്ധീകരണം നടത്തുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു തോമസ് സ്ട്രോക്ക് എന്ന സഭാശിശുക്കൾ. തോമസ് സ്ട്രോക്ക് എന്ന സഭാശിശുക്കളിനെ ഇത് കാണുകയും ഇദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. ഇദ്ദേഹം ഇതിനോട് കൂടുതൽ ആഴമായി ചിന്തിക്കുകയും ചെയ്തു. ഇത് ഇദ്ദേഹം മനസ്സിലാക്കിയതോടെ കുട്ടികൾക്ക് അദ്ദേഹം വിദ്യാഭ്യാസം എന്തെന്ന് ആദ്യം മനസ്സിലാക്കണമെന്ന്, കുട്ടികൾക്ക് പഠിപ്പിക്കണമെന്ന് ആദ്യമേ അക്ഷരം എന്താണെന്ന് അറിയണം. അക്ഷരം പഠിച്ചാൽ മാത്രമേ കുട്ടികൾ ജീവിത നിലവാരത്തിൽ ഉയർന്നു വരികയുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ആദ്യമായി ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ 1781 അദ്ദേഹം ആദ്യമായി മെറിറ്റ് എന്നൊരു സ്ത്രീയുടെ ഭവനത്തിൽ വെച്ച് കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നൽകാൻ ശ്രമിച്ചു. ആദ്യം കുട്ടികൾ വന്നെങ്കിലും അത് കാര്യമാക്കിയില്ല. ഇദ്ദേഹത്തിന് വളരെയധികം കുത്തുവാക്കുകളും ചിന്തകളും കേൾക്കേണ്ടി വന്നു, സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. എന്നാൽ 1785 ആയപ്പോഴത്തേക്കും വളരെയധികം മാറ്റങ്ങളുണ്ടായി. കാരണം കുട്ടികൾ വളരെയധികം മാറ്റങ്ങൾ കടന്നു വരികയും വളരെയധികം കുട്ടികൾ ഇതിൽ പങ്കെടുക്കുകയും ലോകത്തെമ്പാടുമായി സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വളർന്നു വരികയാണെന്നൊക്കെ ഇടയായി. അങ്ങനെ വ്യക്തമായി പറയുകയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നതാണ് ലോക സൺഡേ സ്കൂൾ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഇതിൽ പ്രധാനമായി ലക്ഷ്യമിട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കുട്ടികളെ കൊണ്ടുവരണം. ഒന്നാമത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കുട്ടികളെ ഉണർത്തിക്കൊണ്ടുവരിക. 2, ധാർമ്മിക മൂല്യം കുട്ടികളെ ഉണർത്തിക്കൊണ്ടുവരിക. 3, സുവിശേഷ കുട്ടികളെ ഉണർത്തുക എന്നായിരുന്നു. ഈ 3 ലക്ഷ്യങ്ങളോടെയാണ് അദ്ദേഹം സംഘടന പ്രവർത്തനം രൂപീകരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി ലോകമെമ്പാടും സൺഡേ സ്കൂളുകൾ രൂപീകരിക്കപ്പെട്ട അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വിശുദ്ധ പകൽക്കാലം കർത്താവെ സഭയായി ഒത്തുകൂട്ടുവാനും കർത്താവെ അങ്ങേ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തന്ന അവസരത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശേഷം ഇന്ന് ലോകമെമ്പാടും അതിന്റെ ലോക സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുന്നുവല്ലോ കർത്താവെ, ഞങ്ങൾക്ക് അതിന്റെ ഭാഗത്തുകളാക്കുവാൻ കർത്താവായ നമുക്ക് ഒരുക്കുന്ന അവസരത്തിനോട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുവാൻ തന്ന കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ലോക സൺഡേ സ്കൂളിന്റെ ഉത്ഭവവും കർത്താവ് സൺഡേ സ്കൂളിന്റെ പ്രാധാന്യവും കുറിച്ച് കർത്താവെ അല്പനേരം കർത്താവ് സന്ദേശം കേൾക്കുവാൻ ഞങ്ങൾ കയറിക്കുന്ന അവസരത്തോട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ലോകമെമ്പാടുമുള്ള സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ കുട്ടികളെ നമ്മുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ് നമ്മുടെ വചനം പഠിച്ച്
കർത്താവെ സമൂഹത്തിന് വേണ്ടി കർത്താവെ ഉന്നത നിലയിൽ എത്തുവാനുള്ള കൃപ ഒരുക്കി കൊടുത്ത് സഹായിക്കണം. ദൈവത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിന്റെ വചനം കൂടുതൽ പഠിക്കുവാനും അങ്ങയോട് കൂടുതൽ അടുക്കുവാനുള്ള വഴി മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.